എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പറയുന്ന തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ ക്രോണോളജിക്കൽ ഓർഡറാണ്. 1729 ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപനം എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് 1741 കുളച്ചില യുദ്ധം നടക്കുന്നത്. ഡച്ചുകാരെ പരാജയപ്പെടുത്തി അദ്ദേഹം ആ യുദ്ധത്തിൽ. പിന്നെ അധികാരത്തിൽ വന്നത് ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും അതായത് മൈസൂർ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചത് അദ്ദേഹമാണ്. പിന്നെ മൂന്നാമതായി വന്നത് ബാലരാമവർമ്മയാണ്. 1798 മുതൽ 1810 വരെയാണ്. വേലുത്തമ്പി ദളവയുടെ വിപ്ലവം നടക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. പിന്നെ നാലാമതായി ഗൗരി ലക്ഷ്മിബായി 1810 മുതൽ 1815 വരെ. പിന്നെ ഗൗരി പാർവതിബായി 1815 മുതൽ 1829 വരെ. അതിനുശേഷം ആറാമതായി സ്വാതി തിരുനാൾ രാമവർമ്മ 1829 മുതൽ 1846 വരെ. അവർ ആർട്ടിനും മ്യൂസിക്കിനും വളരെ പേരുകേട്ട പ്രോത്സാഹിപ്പിച്ച രാജാവായിരുന്നു. അതുപോലെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1846 മുതൽ 1860 വരെ. അതുപോലെ ആയില്യം തിരുനാൾ രാമവർമ്മ എട്ടാമതായി 1860 മുതൽ 1880 വരെ. അവരാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആദ്യമായി തിരുവിതാംകൂറിൽ സെൻസസ് നടന്നത്. പിന്നെ വിശാഖം തിരുനാൾ രാമവർമ്മ 1880 മുതൽ 1885 വരെ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കാലത്താണ്. മൂലം തിരുനാൾ രാമവർമ്മ 1885 മുതൽ 1924 വരെ. അദ്ദേഹമാണ് ഏറ്റവും ദീർഘകാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 തിരുവിതാംകൂർ ആരംഭിച്ചത്. പിന്നെ 11ാമതായി സേതു ലക്ഷ്മിബായി 1924 മുതൽ 1931 വരെ. ദേവദാസ് സമ്പ്രദായം എടുത്തു കളഞ്ഞത് അവരാണ്. പിന്നെ സേതു പാർവതിബായി വളരെ കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരുന്നത്. കാരണം ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ അമ്മയായിരുന്നു. കുറച്ച് കാലത്തേക്ക് മാത്രമാണ് രാജ്ഞിയായിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവസാനമായി ഉണ്ടായിരുന്ന ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് 1931 മുതൽ 1949 വരെ. അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ: ഒന്ന്, ക്ഷേത്രപ്രവേശന വിളംബരം 1936 നടന്നു. അതുപോലെ 1949 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്ന ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തു. ഇതാണ് തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ.